ഡൽഹിയിൽ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. രാംലീല മൈതാനിയിലെ ചടങ്ങിൽ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയും മന്ത്രിയായി 6 പേരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കും. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത സഹായം മാർച്ച് 8 വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ആദ്യ പ്രതികരണം. ബൽറാം നെടുങ്ങാട് ചേരുന്നു രാംലീല മൈതാനിൽ നിന്ന്. ബൽറാം, രാംലീല മൈതാനിയിലെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? ഏതൊക്കെ VVIP-കൾ ചടങ്ങിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? ബൽറാം. ഹസ്മി, രാംലീല മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും സത്യപ്രതിജ്ഞ നടക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വേദി പൂർണ്ണമായും പ്രധാന നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റു നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ, രേഖാ ഗുപ്തയെ അടക്കം മന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന എല്ലാ നേതാക്കളും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് രേഖാ ഗുപ്തയും പർവീസ് വർമ്മ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ വേദിയിൽ എത്തിച്ചേർന്നത്. മറ്റ് നേതാക്കൾ ഇപ്പോൾ രാംലീല മൈതാനത്തിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകത്ത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. വലിയ ആഘോഷമായി തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു BJP. അതിന്റെ ആവശ്യമായ എല്ലാ ശരി. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അല്പസമയത്തിനും രാംലീല മൈതാനിൽ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ പങ്കെടുക്കും. അല്പസമയത്തിനും വാർത്തയിലേക്ക് എത്തുകയും ചെയ്യാം.